ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 184-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 7ാം തരത്തിലെ അമയ രവീഷ്. 6ാം തരത്തിലെ കുട്ടികളാണ് ഈ ആഴ്ചയിലെ അസംബ്ലി സംഘടിപ്പിച്ചത്. അർച്ചിത S. നായർ നേതൃത്വം നൽകിയ അസംബ്ലിയിൽ അനുരൂപ ഒരു ദിവസത്തെ ഡയറിയും ആരാധ്യ M. പത്രവാർത്തയും ധ്രുവത് കൃഷ്ണ, ഹർഷിത് KV എന്നിവർ ചേർന്ന് കടങ്കഥയും അവതരിപ്പിച്ചു. കടങ്കഥയിൽ വിജയികളായവർക്ക് സമ്മാനം നൽകി. തുടർന്ന് അസംബ്ലിയിൽ ബഷീർ ദിനത്തിന്റെ ഭാഗമായി 5, 6, 7 ക്ലാസുകളിലെ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യവൽക്കരണം നടത്തി. പ്രീ പ്രൈമറി കുട്ടികളും കഥാപാത്രങ്ങളായി തിളങ്ങി. തുടർന്ന് സീനിയർ അസിസ്റ്റന്റ് കമലാക്ഷൻ ബഷീർ കഥാപാത്രങ്ങളെ കുറിച്ചും ബഷീറിനെ കുറിച്ചും സംസാരിച്ചു. ശേഷം കുട്ടികളിൽ ഉണ്ടായേക്കാവുന്ന പ്രമേഹത്തെക്കുറിച്ചും ഷുഗർ ഉൽപ്പന്നങ്ങളെ കുറിച്ചും സ്കൂളിൽ സ്ഥാപിച്ച ഷുഗർ ബോർഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കരിന്തളം PHCയിലെ മിനി സിസ്റ്റർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബഷീർ ദിനത്തിന്റെ ഭാഗമായി ക്ലാസുകളിൽ പതിപ്പുകളും ക്യൂസ് മത്സരവും നടത്തി. LP വിഭാഗം ക്യൂസ് മത്സരത്തിൽ 3ാം തരത്തിലെ ആരുഷ് KVയും 4ാം ക്ലാസ്സിലെ കാശിനാഥ് TVയും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. UP വിഭാഗത്തിൽ അനുവൃത V. കമൽ, ദേവാഞ്ജന N എന്നിവർക്കാണ് 1ഉം 2ഉം സ്ഥാനങ്ങൾ. വിജയികൾക്ക് കൂവാറ്റി വോയിസിന്റെ അഭിനന്ദനങ്ങൾ. ജൂലൈ 7 തിങ്കളാഴ്ച 3 മണിക്ക് PTA SMC MPTA കമ്മിറ്റികളുടെ സംയുക്ത യോഗം ചേർന്നു. ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനമായിരുന്നു മുഖ്യ അജണ്ട. BRC കോർഡിനേറ്റർ യോഗത്തിൽ പങ്കെടുക്കുകയും ക്രിയേറ്റീവ് കോർണറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുകയും ചെയ്തു. ജൂലൈ 28 തിങ്കളാഴ്ച ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 7ാം തരത്തിലെ അനുവൃത V. കമൽ ഉച്ചഭക്ഷണത്തിനായി ചിക്കൻ കറിയും 7ാം ക്ലാസ്സിലെ നന്ദിത ഉച്ചഭക്ഷണത്തിന് വറവ് കറിയും നൽകി. അനുവൃതയ്ക്കും നന്ദിതയ്ക്കും കൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.